ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴികളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കോഴിക്കൂട്ടിലെ വീഡിയോ ആണ്, ഇടയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ട്, ഉപകാരപ്രദമായ വീഡിയോസാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്. കോഴികളെ വളർത്തുന്നവരും കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുമായ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ ഒത്തിരി സംശയങ്ങൾക്കുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ കുറേ കമൻസുകൾ എനിക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ റിപ്ലൈ ആണ് ഇന്ന്. ഓരോ കമൻറ്റും വായിച്ചിട്ട് റിപ്ലൈ തരാം. രസകരമായ കമൻറ്റുകളുണ്ട്, നല്ല പലതരത്തിലുള്ള കമൻറ്റുകളുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുള്ള ഓരോരുത്തർക്കുള്ള റിപ്ലൈ ഞാൻ കുറച്ചൊക്കെ കമൻറ്റിൻ്റെ മറുപടി മിക്കവാറും കൊടുത്തിട്ടുണ്ട്. എങ്കിലും പൊതുവായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ പാത്തുവിന് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. പാത്തു എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ 2 ഇലയും കൊണ്ട് വന്നതാണേ. എന്താ പാത്തു ഇല തിന്നുന്നുണ്ട? പാത്തുവിനെ കുറിച്ചും കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പാത്തുവിനെ വീഡിയോയിൽ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിന് കൂട്ടില്ലേ, പാത്തു തന്നെ ഉള്ളതെന്നൊക്കെ ആയിരുന്നു കമൻറ്റ് കേട്ടോ. എടി പാത്തു കേട്ടോ, നിനക്ക് കൂട്ടില്ലേന്ന്. ഇവള് പെണ്ണാണ് കേട്ടോ, ഗൂസാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞത് ഫ്ലൈങ് ഡക്കാണ്, ഇത് ഗൂസല്ല. അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലൊന്നും പറയാറില്ല. ഗൂസാന്ന് ഓർത്താണ് ഞങ്ങൾ വളർക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മുട്ട ഇട്ട് തരാറുണ്ട് കേട്ടോ. കുറച്ച് 5-6 മുട്ട വെച്ചിടാറുണ്ട് ഇടയ്ക്ക്. പിന്നെ കുറേ നാളത്തേക്ക് ഇടില്ല. അങ്ങനെ നല്ല ഇണക്കമാണ്. അപ്പം പാത്തുവിന് കുറച്ച് ഇല പറിച്ചു കണ്ട, ഇല തിന്നുന്നുണ്ടോ ചവച്ച ഇല പറിച്ചു കൊടുക്കാമെന്നും കൊണ്ട് പാത്തുവിനെയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് കോഴിക്കൂട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. കോഴികളെ വളർത്തുന്നവർക്കും കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും. ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കോഴിക്കൂട്ടിലെ വീഡിയോ അപ്ഡേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ദിവസവും വീട്ടിലെങ്ങനെ കോഴിയുടെ മുട്ട നമുക്ക് ലഭിക്കും, ഞാൻ വളർത്തുന്ന രീതി, ഇതാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നെ കോഴികളെ കണ്ടോ, അവൾക്ക് മതി പൊക്കെ ഞാൻ പോവാ. ടാറ്റാ. പിന്നെ ഇവള് കടിക്കും കേട്ടോ. ഇവൾക്ക് ദേഷ്യം വന്നാൽ ഇവള് നമ്മളെ നന്നായിട്ട് ഞാൻ അടച്ചോളാം ഇവള് കടിക്കുവേ. അവിടെ നിൽക്കേ. അപ്പം കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ലാ ദിവസവും വീട്ടിൽ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് വളർത്തേണ്ട രീതി, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹൈടെക് കോഴിക്കൂടിൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഏതാണ്ട് 1 വർഷം മുമ്പ് ഇട്ടതാണ്. അപ്പോൾ ആ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 350Kയുടെ മുകളിൽ അതിന് വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയത്തില്ലാത്തവരുണ്ട്, അവരൊക്കെ ഈ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ഞാൻ ഒത്തിരി വീഡിയോസ് ഒന്നും ഇടാറില്ലെങ്കിലും ഡെയിലി കുറേ ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണിത്, ഇപ്പോഴും 1 വർഷം കഴിഞ്ഞിട്ടും. അപ്പം ആ വീഡിയോയിൽ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ സംശയങ്ങളുണ്ടായിരുന്നു, രസകരമായ കമൻറ്റുകളുണ്ട്, എൻ്റെ സംസാര രീതിയെ കളിയാക്കിക്കൊണ്ട് കുറേ കമൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ ഇട്ടോ ചേച്ചി എന്ന് വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുകളൊക്കെ ഉണ്ടായി. അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവരെല്ലാം ആ വീഡിയോ ഒന്ന് കയറി കണ്ടോളൂ. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ജെനുവിനായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് കോഴിക്കൂട്ടിലേക്ക് പോവുകയാണ്. ആ കുറേ കമൻറ്റുകൾ വായിച്ചിട്ട് പൊതുവായിട്ട് ഞാൻ അതിന് റിപ്ലൈ തരാൻ പോവുകയാണ്. നമുക്ക് കോഴിക്കൂട്ടിലേക്ക് പോകാം. കോഴിക്കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഹൈടെക് കോഴിക്കൂട്. ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എൻ്റെ സ്പെഷ്യാലിറ്റി അറിയേണ്ടവര് എൻ്റെ ചാനലിലെ വീഡിയോസിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഞാൻ ഇതൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് വേറെയാണ്. അപ്പോൾ ഇതാണ് കോഴികൾ. ഞാൻ ഈ പറഞ്ഞ എൻ്റെ വീഡിയോയിൽ ഈ കോഴികളെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ചെറിയ കോഴികളാണ്. അവരെ ഞാൻ കൊണ്ടുവന്നതേ ഉള്ളായിരുന്നു. അവരിതാ ഇപ്പോൾ ഇത്രയും വലുതായി. ഇവർക്ക് 1 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട്. ഇവർ ഇപ്പോഴും മുട്ടയിട്ട് തരുന്നുണ്ട്. BV380 ആണ് ഇനം. BV380 ഇനത്തിന് മൊത്തത്തിലെ അത് ഭയങ്കര പരാജയമാണ്, ലോക പരാജയമാണെന്നുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തെളിവ് നിൽക്കുന്നു എൻ്റെ BV380കൾ. ഇപ്പോൾ ഇവര് രാവിലെയാണ് കേട്ടോ. ഇത് 11 കോഴികൾ ഇതിനകത്തുണ്ട്. 12 പേരിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഒരു കോഴിക്ക് എന്തോ വെച്ച് ചത്തുപോയിട്ടുണ്ട്. 11 കോഴികളുണ്ട്. ഇപ്പോൾ ഇത് 4 മുട്ട വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ബാക്കി മുട്ടയും വരും. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുട്ടയിടുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ഇവരൊരു 8, 9, 10 ലെവലിലൊക്കെ മുട്ട, ആവറേജ് ഒരു 8, 9 മുട്ടയൊക്കെ തരുന്നുണ്ട്. 11 പേര്. കുറച്ച് ഒരു 1.5 വർഷം, ഒരു 3-4 മാസം കൂടി ഇവർ മുട്ടയിടും. ഇതെങ്ങനെ മാറ്റും. അന്നത്തെ വീഡിയോയിലുണ്ടായിരുന്ന മുഴുത്ത കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ മാറ്റി ഞാൻ പുതിയ ഇനത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഏതാണ് ഈ ഇനം, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. BV380 അല്ല, ഇത് വേറൊരു ഇനമാണ്. അപ്പോൾ അവർ നന്നായിട്ട് വളരുന്നതാണ്. അപ്പം നമുക്ക് ഈ കോഴികളുടെ ഇവിടെ വെച്ച് ഞാൻ എടുത്ത വീഡിയോ ആണ്. എൻ്റെ കമൻറ്റുകളിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് കമൻറ്റ് തന്നെ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്, അതായത് ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്. ഇന്ന് രാവിലെ വന്നിരിക്കുന്ന കമൻറ്റാണ്, തീറ്റ കൊടുത്ത് മുടിയും. ഇതാണ് കമൻറ്റ്.
ബിനു വിജയനാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ബിനു ചേട്ടനോട് പറയട്ടെ, ഇത് എൻ്റെ കോഴിക്കുട്ടിലേക്ക് നോക്കിക്കോളൂ. ഇന്നലെ വൈകിട്ട് ഇട്ട തീറ്റയാണിത്. എൻ്റെ കോഴികൾക്ക് കണ്ടോ തീറ്റ മിച്ചം കിടക്കുകയാണ്. ഇതൊക്കെയാണ് കോഴികളെ വളർത്തുന്നതിൻ്റെ ട്രിക്ക്. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതുപോലെ വളർത്താൻ പറ്റും. ആരുടെയും കോഴിക്കൂട്ടിൽ ഇതുപോലെ തീറ്റ മിച്ചം കിടക്കുന്നുണ്ടാവുമോ? ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഈ ഒരു കോഴിക്ക്, ഇത്രയും വലിയൊരു കോഴിക്ക് 100 ഗ്രാം തീറ്റ മതി. അതേ അളവിലിട്ടിരിക്കുന്ന തീറ്റയാണ് ഇന്നലെ വൈകിട്ട് കൊടുത്തിരിക്കുന്നതാണ്. രാവിലെ ഞാൻ തീറ്റ കൊടുത്തിട്ടില്ല, ഇതാ മിച്ചം കിടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കോളൂ, ഇന്നലെ വൈകിട്ട് ഈ കുഞ്ഞു കോഴികൾക്ക് തീറ്റ ഇട്ടതാണ്. അവർ ഫുൾ കാലിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഈ കോഴികളുടെ തീറ്റ ഇന്ന് ഉച്ച കഴിയും വരെ തിന്നാൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്ക് വേണേലും, ഇപ്പം ഈ ഒരാളോട് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം തീറ്റ കൊടുത്ത് മുടിയില്ല, ഉറപ്പാണ്. അടുത്തത്, എനിക്കുമുണ്ട് കോഴികൾ, പക്ഷേ മുട്ട ഇടുന്നത് വരെ ഒരുപാട് തീറ്റ വാങ്ങേണ്ടി വന്നു എന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ തീറ്റ കൊടുത്താൽ മുടിഞ്ഞു പോകും. നമ്മൾ ഈ മുട്ട ഇടുന്നത് വരെ ഒരു കോഴിക്ക് 50 മുതൽ 75 ഗ്രാം വരെ തീറ്റ മതിയാവും. മുട്ട ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ 100 ഗ്രാം തീറ്റ കൊടുക്കാവുള്ളൂ. ഒരു ചെറിയ പ്രായത്തിൽ ആദ്യത്തെ ഒരു 2 മാസമൊക്കെ 50 ഗ്രാം തീറ്റ പോലും വേണ്ട, നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. അത്രയും കൊടുത്താൽ മതി, അന്നേരം മുടിയില്ല കേട്ടോ. അടുത്തത്, BV380 എവിടെ നിന്ന് കിട്ടും? ഒത്തിരി പേരുടെ സംശയമായിരുന്നു കേട്ടോ, BV3 കോഴി എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ഫാമുകളുണ്ടല്ലോ, അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവും ഫാമുകൾ. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ BV380 അവിടെ ഉണ്ടാവും. നമുക്ക് അറിയത്തില്ല, എന്നിട്ടാണ് പല കോഴികളുണ്ട്. കലിംഗ, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ഇങ്ങനെ ഒത്തിരി കോഴികളുണ്ട്. അപ്പം നമുക്കറിയത്തില്ലല്ലോ ഏത് കോഴിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചെന്ന് ഫാമുകളിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഈ ഫാം നടത്തുന്നവർക്കറിയാം ഈ BV380 എവിടുന്ന് കിട്ടും എന്നുള്ളത് അവർ പറയും. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് പാലായിൽ നിന്നാണ് കേട്ടോ. പാലായിൽ ഒരു ഫാമിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തെങ്കിലും ഞാൻ ആ ഫാമിൽ പോയിട്ട് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, ഒത്തെങ്കിൽ ഞാൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അവിടെ ഇത് കൂട്ട കോഴിക്കൂടും വിൽക്കുന്നുണ്ടേ. അടുത്തത്, സൂപ്പർ അവതരണം. താങ്ക് യു. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അവതരണം. ഞാൻ ചെയ്തിരിക്കുന്നത് നല്ലതാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോശമാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെ നിന്നാണ് BV380 വാങ്ങിയത്? ഒറിജിനൽ കിട്ടുന്ന പ്ലേസ് പറയാമോ? കുറേ വാങ്ങി പറ്റിക്കപ്പെട്ടു, അതുകൊണ്ടാണ് നിങ്ങൾ മേടിച്ചത് എവിടെ നിന്നാണെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാലായിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ആ ഫാമിൽ ചെന്നിട്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതാണ്. പിന്നെ പറ്റിക്കപ്പെടും എന്നുള്ളതിന് നമുക്കിപ്പോൾ BV380 മെറൂൺ, ഈ ഒരു ബ്രൗൺ കളറ്, മെറൂൺ ബ്രൗൺ, ആ ഒരു കളറ് മിക്സ് ചെയ്ത കളറാണ് വരുന്നത്. പിന്നെ അതിനൊരു ലക്ഷണം പറയുന്നത് ഇതിൻ്റെ കാല് ആഷ് കളറായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഈ കോഴികൾ കണ്ടോ, ഇത് മഞ്ഞക്കാലാണ്. അപ്പുറത്തെ കോഴിയിലേക്ക് നോക്കിയേ, നമ്മുടെ കോഴികൾക്കെല്ലാം ആഷ് കാല് കാണത്തില്ല അല്ലേ? കാണാം. ആഷ് കളറാണ് കാല്. അപ്പം ഇതാണ് BV380 തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. മറ്റുള്ള ഇനങ്ങൾക്കെല്ലാം കാല് മഞ്ഞയായിരിക്കും. BV380 ഒരു ചാര കളറുള്ള കാലായിരിക്കും. അതിന് ഒരിക്കലും മഞ്ഞക്കാല് വരില്ല കേട്ടോ. ഒരു വെളുത്ത റോസ് കൂടിയ ഒരു കളർ. കുഞ്ഞിലെ അതൊരു ആഷ് കളറാണ്, മഞ്ഞയല്ല വെളുപ്പുമല്ല. അപ്പം അതാണ് നമുക്ക് പെട്ടെന്ന് കണ്ട് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. പിന്നെ ഇത് വിശ്വാസമാണല്ലോ, നമുക്ക് തരുന്നവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നു, നമ്മൾ വാങ്ങുന്നു എന്നുള്ളതാണ്. എനിക്കിതുവരെ പറ്റിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ വരുന്നു. അപ്പം എല്ലായിടത്തും ഇതുണ്ട്, നിങ്ങളിത് അന്വേഷിച്ചാൽ കിട്ടുവേ. നന്നായിട്ടുണ്ട് അവതരണം. എനിക്കും കോഴികളുണ്ട്. കോഴികളിലുള്ള ഒത്തിരി പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കൂടിൻ്റെ വില എത്രയാണ്? ഈ കൂടിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് കൊറോണ കാലത്തിന് തൊട്ട് മുമ്പ് വാങ്ങിച്ച, കൊറോണ കാലം തുടങ്ങിയപ്പോഴേക്കും ഇതിന് 14,500 രൂപ ആയിരുന്നു കേട്ടോ വില. ഇപ്പം ഈ മെഷീൻ ഇതുണ്ടാക്കുന്ന ഈ മെഷീന് വില കൂടുതലാണ്. അപ്പം ഞാൻ വാങ്ങിച്ച് അവരൊക്കെ ഇത് ഉണ്ടാക്കൽ നിർത്തി എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കിപ്പോൾ പഞ്ചായത്ത് വഴിയൊക്കെ ഈ കൂട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പണിയിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ മെഷ് വാങ്ങിച്ചിട്ട് പട്ടിക്കൂടൊക്കെ പണിയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഈ ടൈപ്പ് പണിത് തരുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടിൻ്റെ അടിയിൽ ട്രേ സിസ്റ്റം ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോസ്, കോഴിയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ വീഡിയോസ് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ധാരാളം അറിവ് ഇതിനകത്തുനിന്ന് കിട്ടും. ഒരുപാട് കാടായിട്ടുണ്ടല്ലോ, വെട്ടിക്കളഞ്ഞൂടെ? അതെന്താണ് എല്ലാത്തിനെയും കാട്ടി നിർത്തിയേക്കുന്നതെന്നാണ് ചോദിച്ചത്.
അപ്പോൾ നമ്മുടെ കാടെല്ലാം ഒത്തിരി വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എടുത്ത സമയത്തൊക്കെ നമുക്ക് ഇതിനെ ചുറ്റും ഒത്തിരി പള്ളയുണ്ടായിരുന്നു. മഴക്കാലമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴികൾക്ക് എപ്പോഴും നമ്മൾ ഒരു തണുത്ത അന്തരീക്ഷം കൊടുക്കണം, എങ്കിലേ അതിൻ്റെ മുട്ട ഉൽപ്പാദനം കൂടത്തുള്ളൂ. കോഴികൾക്ക് ചൂടെടുത്ത് കോഴികൾ പിടഞ്ഞു വീണ് ചാകുക പോലും ചെയ്യും. നമ്മളിങ്ങനെ കൂട്ടിലിട്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ചുറ്റും കാടെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു നമ്മൾക്ക് ആവശ്യമുള്ള ചെടികൾ, പാഷൻ ഫ്രൂട്ട്, അതുപോലെ തന്നെ കുമ്പളം, അതൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുക മരത്തെ കൂടെ. അങ്ങനെയാണ് വലിയ അടഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇതൊരു സൈസ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു മഷിത്തണ്ടെന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ്. ഇത് നമ്മൾ ഒടിച്ചൊടിച്ച് കൊണ്ട് പാത്തൂന് തിന്നാനും കൊടുക്കും. അപ്പം കാട് പറഞ്ഞാൽ കാട്ടിലിട്ടേക്കല്ല, കോഴികൾക്ക് എപ്പോഴും തണൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയിരിക്കുന്നതാണേ. ഇവിടെയും എനിക്ക് കുറേ കോഴിയുണ്ട്, പക്ഷെ മുട്ട കിട്ടുന്നില്ല. കോഴി തന്നെ കൊത്തി കുടിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോന്ന്. മുട്ട കിട്ടാത്തത് വിറ്റാമിൻസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. കോഴി കൊത്തി കുടിക്കുന്നതും അതുകൊണ്ടാണ്. കാൽസ്യം കുറവായതുകൊണ്ടാണ് കോഴി കുത്തി കുടിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ മുട്ട പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവർ കുടിക്കും. ആ മുട്ടയുടെ മണം പുറത്ത് വന്നാൽ കോഴികൾ കുടിക്കും. അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത്ര മുട്ട ഇവിടെ കിടന്നാൽ അവരത് തൊടാൻ പോകുന്നില്ല. അപ്പം വിറ്റാമിൻസ് കുറവാണ്. ഞാൻ കോഴികൾക്ക് കൊടുക്കേണ്ട വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലിലോട്ട് നോക്കിയാൽ കാണാവേ. 25 കോഴിയുണ്ട്, 6 മുട്ടയെ കിട്ടുന്നുള്ളൂ എന്ന്. 25 കോഴി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇനത്തിനനുസരിച്ച് മുട്ടയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ അതിൻ്റെ വിറ്റാമിൻസ് കൊടുക്കണം. അതൊന്നും ഒത്തിരി ചിലവുള്ള കാര്യമില്ല. നമ്മൾ 1 ലിറ്റർ കുപ്പി വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അത് 1 വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റും, ഒത്തിരി നാളത്തേക്ക്. അത് മാറി മാറി കൊടുക്കണം. ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചാണ് കൊടുക്കുന്നത്, കുടിവെള്ളത്തിൽ ഒഴിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം കോഴിയുടെ ഇനത്തിനും മുട്ടയ്ക്ക് വ്യത്യാസമുണ്ട്. ഇതെൻ്റെ VB3 80 ആയതുകൊണ്ടാണ്. ഇവരെ 25 കോഴികളുണ്ടെങ്കിൽ 20ന്റെ മുകളിൽ മുട്ട നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും, യാതൊരു സംശയവും ഇല്ല. ഒരു വർഷം അത്രയും കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് വളർത്തിയിട്ട് പറയുന്നതാണ് കേട്ടോ. സൂപ്പർ. ലാഭമാണോ കോഴിയും ചോദിച്ചിട്ടുണ്ട്. ലാഭമാണ്, നഷ്ടമല്ല, ലാഭമാണ്. പിന്നെ പാമ്പ് വരും, ചെറിയ വലയിൽ കുരുങ്ങിക്കിടക്കും. നമ്മൾ ഈ കോഴിക്കൂടിന് ചുറ്റും ഇങ്ങനെ വല കെട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ജീവികളൊന്നും, പരുന്ത് അങ്ങനത്തെ ഒന്നും കയറാതെയേ. പിന്നെ പാമ്പിന്റെ ശല്യം നമുക്കില്ല കേട്ടോ. ഈ ഫിനോയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേ കഴുകുന്നത്. അപ്പം ചുറ്റും ഫിനോയിലൊക്കെ അതിനെ വെള്ളത്തിൽ ഒഴിക്കാറുമുണ്ട് തളിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാമ്പ് ശല്യം ഇല്ല കേട്ടോ. അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. അടുത്ത ഒരു നെഗറ്റീവ് കമൻ്റാണ്, ഇത്രയധികം പറയണ്ടാട്ടാ, യൂട്യൂബ് ചാനൽ വഴി അതും വരുമാനം. എന്നെ ചെറുക്ക കുട്ടാപ്പു, ഇത് എന്നെ കോഴിയെ കാണാൻ വന്നതാണോ? അതിനിടയ്ക്ക് കയറി വന്നത് നമ്മുടെ കുട്ടാപ്പു കൊച്ച. ഇറങ്ങിപ്പോ. ഇതേ കോഴിയെ കണ്ടോ? ആ വേണ്ട, പേടിയാവും അവർക്ക്. ഓ ഇറങ്ങിപ്പോടേ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ആണേ, അത് വായിക്കാം. ഇത്രയധികം പറയണ്ടാട്ടാ, യൂട്യൂബ് ചാനൽ വഴി അതും വരുമാനമാക്കാം ട്ടാ. എൻ്റെ ഇട്ടായ ഒത്തിരി പേര് കളിയാക്കുന്നുണ്ട്. എൻ്റെ സംസാര രീതിയാണ് അത് കേട്ടോ. ലോകത്തിൽ വേറെ ആരും കോഴി വളർത്താത്ത പോലെയാണ് പറയുന്നത് ട്ടാ. എനിക്കുമുണ്ട് 18 കോഴികൾ, അതിൽ 6 എണ്ണം കൊളസിയൻ ബ്രഹ്മോ ആണ്. 5 മുട്ട അതിൽ നിന്നും കിട്ടും. ബാക്കി വന്ന ആഹാര അരിഷ്ടങ്ങൾ ഒരു ബേസിനിലിട്ട് വെള്ളം നനച്ച് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞ് ലാർവ കിട്ടും. ഒരു പ്രോട്ടീനും വേണ്ട. പറഞ്ഞ് ബോറ്. അപ്പം അങ്ങനെ ചെയ്യാവുന്നവർ ഒത്തിരി പേരുണ്ട്. ലാർവകളെ ഉണ്ടാക്കി കൊടുക്കുന്നവരും പലതരം തീറ്റകൾ കോഴിക്ക്, അതുപോലെ ഈ അസോള പോലുള്ള ഈ ഒരു പായലുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ വളർത്തുന്ന ഒരു രീതി മാത്രമാണ്. ഇതാരാന്ന് ഇട്ടിട്ടില്ല, ഒരു കാമ S4C എന്നൊക്കെ പറഞ്ഞൊരു വേറെ ലിങ്കിലാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ വളർത്തുന്ന രീതി മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പല രീതിയിൽ കോഴിയെ വളർത്താം, പക്ഷെ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഞാനിതൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ ഇന്നത് പറയണം എന്ന് ആലോചിച്ചിട്ടോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ വരുമ്പോൾ എന്തൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ടോ കോഴികളെ കുറിച്ച് അത് ഞാൻ പറയുന്നു. അപ്പം നിങ്ങൾക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ. നമ്മളാരെയും നിർബന്ധിക്കുന്നില്ല വീഡിയോ കാണാൻ. പിന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയമുള്ളവരുണ്ട്. എനിക്ക് ഒത്തിരി സംശയം, ഫോൺ നമ്പർ ചോദിച്ചൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. സംശയം ചോദിക്കാനാണ്, ഞങ്ങൾക്ക് വളർത്താനാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ്, ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടായിരിക്കാം, കിട്ടും ഇതിനകത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. വേറെ പ്രോട്ടീനൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ പ്രോട്ടീനൊന്നും കൊടുക്കുന്നില്ല, ഞാൻ കാൽസ്യം വിറ്റാമിൻസ് ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, നല്ല അറിവ് ഒരാളിട്ടിരിക്കുന്നു. പിന്നെ
അപ്പോൾ കോഴിക്കുട്ടിയിൽ നിന്ന് ഒരു കുറുകൽ കേട്ടോണ്ട് ഞാൻ നോക്കിയതാണ്. ഈ ചെറിയ കോഴികൾ ഒരു തൊണ്ടെന്നൊരു സ്വരമൊക്കെ ഇടുന്നുണ്ട്. വേനൽക്കാലമല്ലേ, അതിൻ്റെ ചൂടിൻ്റെ ആയിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയാണ് കോഴിയെ സംരക്ഷിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചപ്പിള്ളേർ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ആ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത രസകരമായ ഒരു കമൻറ്റ് വായിക്കാം. ഒരു കോഴിക്ക് ഒരു ദിവസത്തെ ചിലവ് 10 രൂപ, ഒരു മുട്ടയ്ക്ക് 6 രൂപ കിട്ടും, 4 രൂപ ലാഭം. ഈ തള്ളു വീഡിയോകൾ കണ്ട് കോഴി വളർത്തിയവർ വീട്ടിലിരുന്ന് കരയുന്നു എന്ന്. അപ്പം എബനീസർ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് നിന്നാണ് വന്നേക്കുന്നത്. എന്തേലും ആട്ടെ, ഏതായാലും ഇട്ടയാൾക്ക് കണക്കൊട്ടും അറിയത്തില്ലെന്ന് മനസ്സിലായി. ഒരു കോഴിക്ക് ഒരു ദിവസത്തെ ചിലവ് 10 രൂപയും മുട്ടയ്ക്ക് 6 രൂപയാണെങ്കിൽ 4 രൂപ നഷ്ടമല്ലേ സുഹൃത്തെ? എങ്ങനെയാണ് 4 രൂപ ലാഭമാകുന്നേ? അപ്പം എൻ്റെ കോഴിക്ക് ഒരു ദിവസം 10 രൂപ ചിലവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കോഴിക്ക് 10 രൂപ ചിലവില്ല. ഇത്രയും വലിയൊരു കോഴിയെ വളർത്താൻ ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റ കൊടുത്താലും നിങ്ങൾ തന്നെ കണക്കൂട്ടി നോക്കിക്കോളൂ. 33 രൂപ 34 രൂപയ്ക്കൊക്കെ നമുക്ക് കോഴിത്തീറ്റ 1 കിലോ കിട്ടും. അത് കൂട്ടി നോക്കിയേ എത്ര രൂപ വരും? 4 രൂപയുടെ താഴെ വരത്തുള്ളൂ വില കോഴിത്തീറ്റയ്ക്ക്. കോഴിത്തീറ്റ അതിൻ്റെ വിറ്റാമിനും എല്ലാം കൂടെ കൂട്ടിയാലും 4 രൂപയുടെ താഴെ ഒരു ദിവസം ചിലവ് വരുന്നുള്ളൂ. ഒരു മുട്ട ഞാൻ വിൽക്കുന്നത് 7 രൂപയ്ക്കാണ്. കടയിൽ ഞാൻ കൊടുക്കുന്നത് 7 രൂപയ്ക്കാണ്. കടക്കാരത് 8 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം നോക്കിക്കോ, നഷ്ടമാണോ ലാഭമാണോ? ഞാനിത് വലിയ ലാഭമാണെന്നോ ഇതുകൊണ്ട് നമുക്ക് കോടിക്കണക്കിന് സമ്പാദിക്കാവുന്നോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീട്ടിലെ ചെറിയ രീതിയിൽ കോഴിയെ വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ മുട്ട ആവശ്യമുണ്ടല്ലോ. ഞാൻ എന്നും മുട്ട കഴിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ് നന്നായിട്ട്. അപ്പോൾ ഡെയിലി 2 മുട്ടയോളം ഞാൻ കഴിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് വേണം. അതുപോലെ തന്നെ കോഴികൾക്ക് ആവശ്യമുള്ള തീറ്റയും കൊടുത്തിട്ട് നമുക്ക് മിച്ചമേ കിട്ടത്തുള്ളൂ. നമ്മുടെ വീട്ടിലെ മുട്ട ആവശ്യം നടക്കും. കോഴിക്ക് തീറ്റ കൊടുക്കാം, നമുക്ക് നഷ്ടമില്ലാതെ കൊണ്ടുപോകാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സുഹൃത്തിന് കണക്കും അറിയത്തില്ലാണ്ട് പോയി. അടുത്തത് നോക്കിയോ, നല്ല മയമുള്ള സംസാരമെന്ന്. താങ്ക് യു. കൂട് എവിടുന്ന് ഉണ്ടാക്കിയത്, എത്ര ചിലവ് വരും? ഓക്കെ, ഇതിനൊക്കെ ഞാൻ പല പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല, കൂട് വാങ്ങിച്ചതാണ്. അന്ന് ഒരു 5-8 വർഷം മുമ്പ് 14,500 രൂപ എനിക്ക് ചിലവ് വന്നു കേട്ടോ. കോഴിക്കൂട് പണിയാൻ എത്ര മുടക്കണം? എല്ലാം സെയിം ആണ് കേട്ടോ. കോഴിക്കോട് പണിയേണ്ടവർ ഈ പണിയുന്നിടത്ത് പറഞ്ഞാൽ മതി, അവരത് ചെയ്തു തരും. അല്ല ഈ ഇത് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ പേരെന്നാ, മെഷ് വാങ്ങിച്ചു കൊടുത്താൽ മതി കേട്ടോ. സൂപ്പർ എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ BB380 7 മാസമായി മുട്ട ഇടുന്നില്ല. ഗ്രോവർ കൊടുക്കുന്നുണ്ട്, അഴിച്ച് വിടാറുണ്ട് കുറച്ച് പ്ലേസിൽ എന്ന് എഴുതിയിരിക്കുന്നു. BB380 ആണെങ്കിൽ 7 മാസം ആവേണ്ട ആവശ്യമില്ല, 4 മാസത്തെ മുട്ടയിടും. 5 മാസത്തിനകം തീർച്ചയായിട്ടും ഇടും. ഒരു 4 തൊട്ട് 5 മാസത്തിനിടയ്ക്ക് എല്ലാ കോഴികളും, നമുക്ക് 10 കോഴിയുടെ 10 കോഴിയും മുട്ടയിട്ടിരിക്കും കേട്ടോ. ഇത് വേറെ എന്തെങ്കിലും ഇനമായിരിക്കും, ഈ പറഞ്ഞ പോലെ കളിപ്പിക്കപ്പെട്ടതായിരിക്കാം. BB380 ഒരിക്കലും പോവില്ല അത്രയും. ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലും 6 മാസമാകുമ്പോൾ മുട്ടയിടാറുണ്ട്. കളിപ്പിക്കപ്പെട്ടതാണ് കേട്ടോ. സൂപ്പർ. ഈ കോഴി ഏത് ഇനത്തിൽപ്പെട്ടതാണ്, കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും, ഇതിനെല്ലാം നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. ഇത് ഒത്തിരി കമൻ്റ് ഉണ്ട്. ഇതിനെല്ലാം മറുപടി തരാൻ എനിക്ക് വീഡിയോ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രധാനപ്പെട്ട മാത്രം നോക്കാം. മുട്ട കമ്പിയാൽ തട്ടി പൊട്ടില്ലേ? ഈ മുട്ട കമ്പിയെ തട്ടി അങ്ങനെ പൊട്ടില്ല. ഈ നല്ലൊരു സോഫ്റ്റ് കമ്പിയാണ് കേട്ടോ, ഉരുണ്ടിങ്ങ് വരും. പിന്നെ പൊട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ തൊലിക്കട്ടി ഇല്ലാത്ത മുട്ട, നമ്മൾ കാൽസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ മുട്ട ഇടുമ്പം കമ്പിയിലോട്ട് വീണിട്ടുണ്ട് ചളുങ്ങ പൊട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട്. ഞാൻ പറയുന്നില്ല 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ചില കോഴികൾക്ക് മുട്ടയ്ക്ക് തോടിന് ചില ദിവസം കട്ടി കുറവായിരിക്കും, അപ്പോൾ ഒരു ചളുക്കമൊക്കെ വരും. അത് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാമല്ലോ. വീട്ടിൽ നമുക്ക് എന്തെല്ലാം മുട്ടയുടെ ആവശ്യങ്ങളുണ്ട് അതിനകത്ത് എടുക്കാം. പക്ഷെ പൊതുവെ അങ്ങനെ ഒത്തിരി ഒന്നും പൊട്ടിപ്പോവാറില്ല കേട്ടോ. BB380 കോഴികളെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ഫാമിൽ ചോദിച്ചാൽ മതി. അടുത്ത നല്ലൊരു കമൻറ്റാണ്. നല്ല അവതരണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു. എനിക്കുമുണ്ട് ഒരു കൂടും, കുറച്ച് കോഴികളും താറാവുകളും, മുട്ട കിട്ടാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൂടിന് എത്രയാകും ചിലവ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, അങ്ങനെ ഉപകാരമുള്ളവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ എഫേർട്ട് ഫോർ ഹോം പോൾട്രി. എന്താ നമ്മുടെ അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഏത് തീറ്റയാണ് കൊടുക്കുന്നത്, എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്? തീറ്റ ഞാൻ കൊടുക്കുന്ന മുട്ടയിടുന്ന കോഴികൾക്ക് ലെയർ മാഷാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രോവറാണ് നമ്മൾ കൊടുക്കേണ്ടത്. വളർന്ന് മുട്ടയ്ക്ക് കാറി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ലെയർ മാഷ്, അത് പെല്ലറ്റായിട്ടും കിട്ടും പൊടിയായിട്ടും കിട്ടും, അതാണ് കൊടുക്കുന്നത് കേട്ടോ. 365 ദിവസം മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇയർ അങ്ങനെ തന്നെ കിട്ടുമോ, അതോ പിന്നെ ഇവരെ വിൽക്കുകയാണ് ചെയ്യുക? ഞങ്ങൾ മേടിക്കാൻ വിചാരിച്ചിരുന്നു, സംശയം തോന്നി.
സംശയം ഉള്ളതുകൊണ്ടാണ് അവർ മേടിക്കാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 365 ദിവസം ഞാൻ പറഞ്ഞിരിക്കുന്നത് 365 ദിവസം, അതായത് ഒരു വർഷം ഇവർക്ക് ഡെയിലി ഒരു മുട്ട വെച്ച് ഇവരിടും. വലിയ കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 365 ദിവസത്തിൽ ഒരു 350 മുട്ട നമുക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഒരു കോഴിയിൽ നിന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ മുട്ടയുടെ അളവ് കുറയും. അപ്പം നമ്മൾ കോഴികളെ എണ്ണം കുറച്ചുകൊണ്ട് വരണം വിൽക്കണ ഇറച്ചിക്കായിട്ട്. ആ സമയത്ത് ഇവർക്ക് ഇറച്ചിക്ക് നല്ല തൂക്കമുണ്ട് കേട്ടോ. ഈ 1.5 വയസ്സാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഇറച്ചിക്ക് നല്ല തൂക്കമുണ്ട്. ആ സമയത്ത് നമ്മൾ കോഴികളെ മാറ്റിയിടുവാണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നും വരികയില്ല. അടുത്ത് വേണം ഈ ഇട്ടോ നല്ലതാണ് കേട്ടോ, കേൾക്കാൻ രസമുണ്ട് കേട്ടോ. ഞാൻ ഇട്ടോ ചേച്ചി എന്ന് വിളിച്ചോട്ടെ. യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടി തുടങ്ങിയോ? അടുത്തത്, ലോക തട്ടിപ്പ് എൻ്റെ 14,000 രൂപ പോയി കിട്ടി. മുട്ട ഇവർ പറയുന്ന പോലെ കിട്ടില്ല. കിട്ടും, തീർച്ചയായിട്ടും മുട്ട കിട്ടും. നമ്മൾ ഇവർ പറയുന്ന പോലെ മുട്ട കിട്ടുക മാത്രമല്ല ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കോഴിയെ വളർത്തുകയും ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല വീഡിയോയിലും ഞാൻ എങ്ങനെയാണ് കോഴികളെ വളർത്തുന്നത്, അധികം ചിലവില്ലാതെ ഇവരെ എങ്ങനെ കെയർ ചെയ്യുന്നതെന്ന്. അത് ചെയ്യാതെ മുട്ട കിട്ടില്ല കേട്ടോ. അത് ചെയ്യണം. വെറുതെ നമ്മൾ കോഴിയെ കൊണ്ട് കൂട്ടിലിട്ടാൽ മുട്ട കിട്ടില്ല. പിന്നെ കോഴികളോട് നമുക്കൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനോട് നമുക്കൊരു സിൻസിയറിറ്റി ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ആത്മാർത്ഥത ഉണ്ടാവണം. എപ്പം കിട്ടും. അടുത്തത്, കോഴികളും കൂടെ ഇട്ടോന്ന് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം എൻ്റെ ഇട്ടോ കേട്ടിട്ട് ഇപ്പം കണ്ടോ മിണ്ടാതിരിക്കുന്നത്. നിങ്ങളുടെ കമൻറ്റിന് മറുപടി പറയാതുകൊണ്ട് കോഴികൾ ആരും മിണ്ടുന്നില്ല. മിണ്ടല്ലേ. പിന്നെ അടുത്തത്, ഇട്ടോ എന്ന് പറഞ്ഞ് കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. ഞാനെല്ലാം തട്ടിക്കളയാണ് കേട്ടോ. ഇനി അടുത്തത്, കോഴിക്ക് കൊടുക്കുന്ന വിറ്റാമിൻ മരുന്ന് കാൽസ്യം ഏതാണ് കൊടുക്കേണ്ടത്? ഞാൻ ഓസോമിൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രോവി പ്ലസ് കൊടുക്കുന്നുണ്ട്, പിന്നെ വിംറാൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതുണ്ട്. ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടോളൂ കേട്ടോ, അപ്പോൾ അത് മനസ്സിലാവുകയെ. അടുത്തത്, ഞാൻ തൃശ്ശൂരാണ്. കോഴിയെ എവിടെ കിട്ടും? ഫാമിൽ ചോദിച്ചാൽ കിട്ടും കേട്ടോ. നിങ്ങളുടെ അവിടെ അടുത്തുള്ള ഫാമിൽ ചെന്ന് അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും എവിടെയാണ് ഈ ഇനം കോഴികളുള്ളതെന്ന്. അടുത്ത കമൻറ്റ്, നിങ്ങളെല്ലാ കമൻസിനും ശരിയായ ഉത്തരം തരുന്നു. താങ്ക് യു. ഞാൻ ശരിയായ ഉത്തരം തരുന്നതിൻ്റെ കാരണം, ഞാൻ ഇതുപോലെ വളർത്തുന്നുണ്ടെങ്കിൽ, സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യണം. ഏത് വീട്ടമ്മയ്ക്കും ചെയ്യണം. അപ്പം നേരത്തെ ഞാനൊരു കമൻറ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് നേരം പോക്കിന് കൊള്ളാമെന്ന്. ഇത് ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് പറ്റുന്ന പല കാര്യങ്ങളിൽ കൂടെ ഞാൻ പണം സമ്പാദിക്കാന്ന് പറയുന്നില്ല, പോക്കറ്റ് മണി സമ്പാദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കൂടെയാണ് ഞാൻ ഈ കോഴികളെ കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ എല്ലാ കമൻറ്റിനും ശരിയായ ഉത്തരം തരുന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. ആദ്യത്തെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ചെയ്യുമ്പം അത് നമുക്ക് കിട്ടിയ അനുഭവം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴല്ല, അത് അവർക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. കാരണം നമുക്കും പലതും യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ട് പാളിപ്പോയ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞു തന്ന അറിവ് തെറ്റിപ്പോയിട്ട് പാളിപ്പോയ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് കോഴിയെ വളർത്തിയിട്ട് മുഴുവൻ പരാജയപ്പെട്ട ഒരാളാണ്. കുറേ കോഴികളെ മേടിച്ചിട്ടു, എങ്ങനെ വളർത്തണമെന്ന് അറിയത്തില്ല, എന്ത് തീറ്റ കൊടുക്കണമെന്ന് അറിയത്തില്ല, എപ്പോൾ കൊടുക്കണമെന്ന് അറിയത്തില്ല, വിറ്റാമിൻ ഏതാണെന്ന് അറിയത്തില്ല. നമുക്ക് തോന്നിയ പോലെ ചെയ്തു. പിന്നെ കോഴി മുട്ട കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവസാനം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാനൊരു മരുന്ന് വാങ്ങിച്ചു. അത് തുള്ളി കണക്കിന് ഒരു കോഴിക്ക് ഇത്ര തുള്ളിയെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവർ പറഞ്ഞു ഇത് 1 സ്പൂൺ 1/2 സ്പൂണൊക്കെ അങ്ങോട്ട് കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ കോഴി ഫില്ലറിലെടുത്ത് ഇത് വെള്ളത്തിൽ കലക്കി കൊടുക്കണമേ ഫില്ലറിലെടുത്ത് ഞാൻ തൊണ്ടയിൽ ഒഴിച്ചു കൊടുത്തു കോഴിയുടെ വാ പൊളിപ്പിച്ചിട്ട്. എൻ്റെ കോഴികൾക്ക് മുട്ടക്കുടൽ പുറത്ത് ചാടി വന്ന് വളരെ ദാരുണമായ കാര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ് ഞാൻ ഈ കോഴിയെ വളർത്തിയിട്ട്. അതിനുശേഷമാണ് ഞാൻ തന്നെ യൂട്യൂബിൽ കണ്ടും അവിടെ മനസ്സിലാക്കിയും പരീക്ഷിച്ച് നോക്കിയും ഞാനാണ് കോഴികളെ ഇതുപോലെ ഈ ഒരു രീതിയിൽ വളർത്താൻ അങ്ങ് ഒരു ക്രമത്തിലേക്ക് വന്നത്. അപ്പം ഞാൻ ഇതുപോലുള്ള ഘട്ടത്തിൽ കൂടെയൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ജെനുവിനായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള എൻ്റെ കടമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഒരു കമൻറ്റ് വന്നായിരുന്നു, ഞാൻ വായിച്ചതിനകത്തുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമല്ലായിരുന്നു യൂട്യൂബിൽ നിന്ന്. ഞാൻ യൂട്യൂബിൽ നിന്ന് ഒത്തിരി വരുമാനമൊന്നും വാങ്ങുന്ന ആളല്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് കണ്ടന്റ് ഇട്ട് വീഡിയോ ചെയ്യുന്ന ആളുമല്ല. കോഴികളുടെ വീഡിയോസും പിന്നെ കുറച്ച് ഫാമിലി വീഡിയോസും ഇതൊക്കെ ഇടാറുണ്ട്. പക്ഷേ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കമന്ന് കിടന്നൊന്നും പണിയാറുള്ള ആളല്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജെനുവിനായിട്ട് പറഞ്ഞു തരണം. കാരണം കോഴിക്കൃഷി വളരെ നഷ്ടമാകുമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് നിർത്തിപ്പോയി, കുറേ കുറ്റം പറഞ്ഞു കോഴിക്കൃഷിയെ. അതുകൊണ്ട് ഇതിങ്ങനെ പോയാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പം എനിക്ക് 25 കോഴിയെ വളർത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് 250 കോഴിയെ വളർത്താം ഈ രീതിയിൽ. അപ്പോൾ എനിക്ക് 250നെ വളർത്താനുള്ള സാഹചര്യം ഇല്ല, എനിക്കിത് മതി. അതുകൊണ്ടാണ് കേട്ടോ. അതാണ് ജെനുവിനായിട്ട് കാര്യങ്ങൾക്കെല്ലാം മറുപടി തരുന്നത്. ഇട്ടോ താങ്ക് യു കേട്ടോ.
കൂടിൻ്റെ വില പറയാമോ? കോഴി എത്ര രൂപ ചേച്ചി? കോഴിക്ക് എത്ര രൂപ വരുന്നുണ്ടെന്ന് ചേച്ചി, കോഴിക്ക് എത്ര രൂപ വരുന്നുണ്ട്? കോഴി കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ BB380 ഇപ്പം ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ 180 രൂപയാണ് വില കേട്ടോ. ഇച്ചിരി വില കൂടുതലാണ്. മറ്റേ സാധാ കോഴികൾക്ക് അത്ര വിലയില്ല, 180 രൂപ വെച്ചാണ് തരുന്നത്. ഏതിനം കോഴിയാണ് ചേച്ചി നല്ലത്? ഇത് എത്ര കോഴിയാണ്? ഇത് എന്ത് കോഴിയാണ്? എൻ്റെ അഭിപ്രായത്തിൽ BB380 തന്നെയാണ് നല്ലത് കേട്ടോ. കാരണം അവരെ ഒരു വർഷം മുട്ട നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇറച്ചി തൂക്കമുണ്ട്, തൂക്കം ഇല്ലാടിയില്ല, ഇറച്ചി തൂക്കമുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറയും BB380 തന്നെയാണ് നല്ലത്. പിന്നെ നിങ്ങൾ കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, വീട്ടിലെ വേസ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്, അത് വെച്ച് ഗോതമ്പ്, അരി, വീട്ടിലെ അടുക്കള വേസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ BB3 പറ്റില്ല. BB3ക്ക് ഇത്രയും തീറ്റകളൊന്നും പറ്റില്ല, കോഴിത്തീറ്റ മാത്രമേ BB3ക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഗോതമ്പ് അതിൻ്റെ ഒരു 10% തീറ്റയുടെ ഇപ്പം 100 ഗ്രാം തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 ഗ്രാം തീറ്റ ഗോതമ്പോ എന്തെങ്കിലും കൊടുക്കാം, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. കോഴിത്തീറ്റ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ? ഇതാണ് കോഴിത്തീറ്റയുടെ ഡീറ്റെയിൽസ്. BB380ക്ക് മുട്ട ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ വശത്താണ് ഇട്ടിരിക്കുന്നത്. കോഴിത്തീറ്റയുടെ ഡീറ്റെയിൽസ് ഇതാണ്. BB380 ആണെങ്കിൽ 100 ഗ്രാം കോഴിത്തീറ്റ, അതിനകത്ത് 90 ഗ്രാം വേണമെങ്കിൽ കോഴിത്തീറ്റയും 10 ഗ്രാം ഗോതമ്പ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പക്ഷെ ഗോതമ്പൊക്കെ കൊടുത്താൽ അവർക്ക് നെയ്യ് വെക്കും എന്നാണ് പറയുന്നത്, അതുകൊണ്ട് മുട്ടയിടില്ല. പിന്നെ വളരെ നന്നായിട്ടുണ്ട് കോഴി കൊടുക്കുന്നതാണ്. അതെല്ലാം സ്ഥിരം അതുകൂട്ട് കമൻറ്റുകൾ തന്നെയാണ്. കൂടിൻ്റെ റേറ്റ് 9 months ആയപ്പോൾ മുട്ട കൊത്തി പൊട്ടിക്കുന്നു, വാട്ട് വിൽ ഡു? ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. 9 മാസം ആകുമ്പോൾ മുട്ട പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നാളും മുട്ടയിട്ട് അവരുടെ കാൽസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ മുട്ട കൊത്തിയായിട്ട് തോട് തിന്നുന്നത്. അപ്പോൾ കാൽസ്യം നമ്മൾ സപ്ലിമെൻറ്റ് കൊടുക്കണം. അടുത്ത് ലാഭം ഉണ്ടാവില്ല, പിന്നെ ഒരു ജോലി പ്ലസ് ടൈം പാസ് അല്ല. ലാഭം ഉണ്ടാകും, ഇത് ടൈം പാസ് അല്ല, ജോലിയുമല്ല. പാത്തുമ്മയ്ക്ക് കൂട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പാത്തുമ്മയുടെ കാര്യം. പാത്തുമ്മയ്ക്ക് കൂട്ടില്ല കേട്ടോ, പാത്തുമ്മേനെ കൂട്ടിന് കിട്ടിയില്ല ആരെ. മുട്ടക്കോഴി വളർത്തി ആർക്കെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും കിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നാട്ടിലാരും കോഴിയെ വളർത്തണ്ടല്ലോ, വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ, വല്ല പശുവിനെ വളർത്തിയാൽ പോരെ. കോഴിയെ വളർത്തുന്ന എന്തോരം ആൾക്കാരുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ മുട്ടയെല്ലാം പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്നത്? നിങ്ങൾ വളർത്തുന്നതിൻ്റെ പ്രശ്നമാണത്, വേറെ ഒന്നുമല്ല. വളർത്തിയിട്ട് കൊല്ലാൻ തോന്നുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ എല്ലാത്തിനെയും കൊല്ലുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിനെ കൂട്ടത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ. ഇത്ര ഇപ്പം കോഴിക്കടയിലേക്കൊക്കെ നാടൻ കോഴിക്ക് ഇപ്പം നല്ല ഡിമാൻഡുണ്ട്. 100-200 രൂപയോളം കിലോയ്ക്ക് കിട്ടുകയും ചെയ്യും. നമ്മളെ ഇറച്ചി തൂക്കമുള്ള ഒരു സമയത്താണെങ്കിൽ മൊത്തത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി, പൂച്ച, അങ്ങനെയുള്ള അവരെ പോലെയുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും നമുക്ക് കോഴികളോടില്ല. നമ്മൾ അവരെ സിൻസിയറായിട്ട് നോക്കണമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതുപോലെയുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കും അവരെ കൊന്നു കഴിക്കാൻ വേണ്ടവർക്ക് അല്ലെങ്കിൽ കടകളിലേക്ക് കൊടുക്കാം കേട്ടോ. പഴയ കോഴിയെ എന്ത് ചെയ്യുന്ന ആ പുള്ളിക്കാരി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ലൗലി, പഴയ കോഴിയെ നമ്മളിങ്ങനെ മാറ്റി കൊടുക്കും, അല്ലെ വേണമെങ്കിൽ നമ്മൾ കറി വെക്കും. എനിക്ക് 9 കോഴികളുണ്ടായിരുന്നു. ഒരാഴ്ചയായി മഴ കൂടി, എല്ലാത്തിനും പനി വന്നു. മരുന്ന് ഡെയിലി കൊടുത്തു. ഒരെണ്ണം ബാക്കി ചത്തുപോയി. ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ചത്തുപോയെന്ന്. 9 കോഴി ഉണ്ടായിരുന്നു. മഴയത്ത് പനി വന്ന് ചത്തുപോയെന്ന്. നമ്മൾ മഴയത്തും വെയിലത്തും പ്രത്യേക കെയറിങ് കോഴിക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതെല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രത്യേകം ഓരോ സീസൺ അനുസരിച്ച് കോഴിക്ക് നമ്മൾ കെയറിങ് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ തുളസി ഇല, പനിക്കൂർക്ക ഇലയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെള്ളത്തിൽ പിഴിഞ്ഞു കൊടുക്കാം. ഈ വസന്ത വരാതെ, മഴക്കാലത്താണെങ്കിലും ഇവർക്ക് ചുമയൊന്നും വരാതെ, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റിയൊരു ടിപ്പ് ഇതാണ് കേട്ടോ. അത് തീറ്റയ്ക്കകത്ത് ഇങ്ങനെ ചുമ്മാ ഞുള്ളി ഇട്ട് കൊടുത്താലും നല്ലതാണ്, വെള്ളത്തിൽ പിഴിഞ്ഞു കൊടുത്താലും നല്ലതാണ് കേട്ടോ. പൂവൻകോഴി കൂകാൻ തുടങ്ങിയാൽ പിടക്കോഴി മുട്ടയിട്ട് തുടങ്ങുമെന്ന് ഏതാണ്ട് അങ്ങനെ. BB380 പൂവൻകോഴി ഇല്ല കേട്ടോ, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പൂവൻകോഴി ഉണ്ട്, കൂട്ടിൽ ഞാൻ കണ്ട് അവരുടെ ഫാമിൽ ചെന്നപ്പോൾ ഉണ്ട് 2-3 പൂവൻകോഴി, വലിയൊരു ഷെഡിനകത്ത് 3-4 പൂവൻകോഴി, അത്രേ ഉള്ളൂ. ഈ ഇനം ഇവർ പ്രത്യേക ഇനമായിട്ട് വിരിയിച്ചെടുക്കുന്നതായതുകൊണ്ട് പിടക്കോഴികളാണ് ഇതെല്ലാം. പിന്നെ മറ്റുള്ള കോഴികളിലെ നാടൻ ഇനത്തിലെ നമുക്കറിയാം, സാധാരണ പൂവൻകോഴി കൂകിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1-2 മാസം കൊണ്ട് കോഴി മുട്ടയ്ക്ക് കാറി തുടങ്ങി മുട്ടയിടാൻ തുടങ്ങും കേട്ടോ. വെറുതെ ഇട്ടോട്ടോ വെക്കല്ലേ ചേച്ചി. ഓക്കെ, ആ ചേച്ചിയുടെ സ്നേഹം കണ്ടോന്ന്, കോഴിയോടുള്ള സ്നേഹം കണ്ടോന്ന്. നമ്മൾ ആത്മാർത്ഥമായിട്ട് വളർത്തുക എന്നുള്ളതേ ഉള്ളൂ. അടിപൊളി വീഡിയോ.
ട്രേയിൽ അറക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. താഴത്തെ ട്രേയുടെ കാര്യമാണേ. ആ ട്രേ ഞാൻ കഴുകി എടുക്കാണ് കേട്ടോ. ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നരാടം ദിവസം നമ്മൾ കഴുകി എടുത്താൽ മതി. മഴ കൂടിയാൽ കോഴികൾ മുട്ടയിടുന്ന കുറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, മഴ കൂടുമ്പോൾ മുട്ടയിടയിൽ കുറവും. കർക്കിടക മാസത്തിലൊക്കെ, അതായത് നല്ല മഴക്കാലമാണെങ്കിൽ മുട്ട കുറച്ച് കുറഞ്ഞു വരും. കാരണം ഇവർക്ക് എപ്പോഴും ഒരു ചൂട് വേണം, ഈ വെയിൽ വേണം. അതിന് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് വീടിൻ്റെ ഒരു സൈഡിലെ കോഴിക്കോടിൻ്റെ അടുത്ത് ഒരു ബൾബ് ഇട്ട് കൊടുക്കുക. അപ്പം ആ ഒരു വെളിച്ചം കിട്ടുക എന്നുള്ളതാണ്. ഇവരുടെ കണ്ണിലേക്ക് വെളിച്ചം അടിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുട്ട കൂടുതൽ കിട്ടും. വീഡിയോ കണ്ടു കേട്ടോ, നല്ല വിവരങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ മുട്ടയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ ഒരു മാസത്തേക്ക് ചെറിയ മുട്ടയാണ് സാധാരണ കിട്ടാറുള്ളത് കേട്ടോ. പിന്നെ തന്നെ അത് വലുതായിക്കൊണ്ടിരിക്കും. ഏതാണ്ട് ആദ്യത്തെ ഇടുന്ന ഒരു 2 ആഴ്ചയൊക്കെ, ആദ്യത്തെ ആഴ്ച അത് ചെറിയ മുട്ട എടുത്തുള്ളൂ. അപ്പോൾ അത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക. ഞാൻ സാധാരണയായിട്ട് മുഴുത്ത മുട്ട മാത്രമേ വിൽക്കാറുള്ളൂ. ചെറുതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുക, ആദ്യത്തെയൊക്കെ അല്ലെ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ അതങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലുതായി വന്നോളൂ. ഒരു മാസത്തിനകം നല്ല മുഴുത്ത മുട്ട വരും. നല്ല അവതരണം, ഉപകാരപ്രദം. താങ്ക് യു. ഇന്ദിര സുരേഷ് ആയിട്ടേക്കുന്നത്. ആ ട്രേയിലെ മണ്ണിട്ട് നോക്കുക, അപ്പം മണവും ഉണ്ടാവില്ല. എന്നും കഴുകുകയും വേണ്ടെന്ന്. ട്രേയില് മണ്ണിടാൻ പറ്റില്ല, കാരണം ട്രേ വെയിറ്റ് ഉള്ളതല്ല. പിന്നെ മണ്ണിട്ടാലും അത് കുറച്ച് നനവൊക്കെ, ഈ കോഴിയുടെ കാഷ്ടം വീണ് മണ്ണിൽ നനവ് വരുമ്പോഴത്തേക്കും മണം വരും കേട്ടോ. ഹലോ, 2 മാസമായ BB380 15 കോഴികളുണ്ട്. അതിന് തീറ്റ എത്ര അളവ് വെച്ച് കൊടുക്കണം? കണ്ടോ, ഇങ്ങനെ ഓരോരുത്തർക്കും ഒത്തിരി സംശയം ഉണ്ടെന്നേ. അത് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ട് ആൾക്കാർക്ക്. 4-ാം മാസത്തിൽ മുട്ടയിട്ട കോഴികളുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. എൻ്റെ ഈ കോഴികൾ 4-ാം മാസത്തിൽ മുട്ട ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം 2 മാസമായ BB380 കോഴിക്ക് ഗ്രോവറാണ് കൊടുക്കേണ്ടത്. അത് ഒരു 50 ഗ്രാം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മുട്ടയ്ക്ക് കാറി തുടങ്ങി ഒരു 4-ാം മാസത്തിൽ ഇവർ മുട്ടയിടും. 4 മാസം ആകുമ്പോൾ തൊട്ട് 100 ഗ്രാമോളം തീറ്റ ഇങ്ങനെ നമ്മൾ ചെറിയ അളവിൽ കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. നല്ല അവതരണം, താങ്ക് യു. 100 കോഴി കൊള്ളുന്ന ഹൈടെക് കൂട് എൻ്റെ വീട്ടിലുണ്ട്. കോഴിക്കാഷ്ടം എവിടെ കൊണ്ട് കളയും? അതാണ് പ്രശ്നം. ഭയങ്കര സ്മെല്ലാണ്. അയൽവാസി പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനെന്താ മാർഗം? ഒന്ന് പറഞ്ഞു തരൂ. 50 കോഴി ഉണ്ടായിരുന്നു, എല്ലാത്തിനെയും വിറ്റ് കൂട് കാലിയായി കിടക്കുകയാണ്. നല്ല വീഡിയോകൾ ഇടണം. കോഴികൾ തമ്മിൽ കൊത്തു വീണ് ചത്തുപോയി. കുറേയൊക്കെ ഭാര്യയ്ക്ക് കോഴിയെക്കുറിച്ച് പഠിക്കാനാണെന്ന്. വീഡിയോ ഇനി എവിടെ ഇടണോ? നല്ല വീഡിയോ ഇടണമെന്നാണ് പറയുന്നത്. വലിയൊരു കമൻറ്റാണേ. അതിനൊന്നും അറിയില്ല. കോഴിനെ വളർത്തുന്ന രീതി ഒന്ന് പറഞ്ഞു തരണം കേട്ടോന്ന് ഇട്ടിരിക്കുകയാണ്. അതായത് അവർക്ക് 100 കോഴി ഉണ്ടായിരുന്ന ഹൈടെക് കൂടുണ്ടായിരുന്നു. കോഴികളെല്ലാം ചത്തുപോയെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. അപ്പം നല്ല വീഡിയോ ഇട്ട ഭാര്യയ്ക്ക് പഠിക്കണമെന്ന്. ഇങ്ങനെ നമ്മുടെ വീഡിയോസ് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമാകുന്നു എന്നുള്ളതിന് ഉള്ള തെളിവാണിത് കേട്ടോ. ഇപ്പം ഞാൻ ഈ വായിക്കുന്നതല്ല യഥാർത്ഥ കമൻ്റ് ആണോ എന്നറിയാൻ നിങ്ങൾ ആ വീഡിയോയിലേക്ക് ഒന്ന് കയറി നോക്കിയുള്ളൂ കേട്ടോ. ധാരാളം കമൻ്റ് ഒന്നും. അപ്പോൾ കോഴിക്കാഷ്ടം എന്നാ ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കാഷ്ടം ഈ രീതിയിൽ ഈ ചെറിയ കൂട്ടിലാണെങ്കിലും നമുക്ക് കഴുകി എടുക്കത്തുള്ളൂ. വലിയ രീതിയിൽ കോഴിക്കാഷ്ടം മറവ് ചെയ്യണം. കോഴിക്കാഷ്ടം ഇനി മണക്കില്ല എന്നും പറഞ്ഞിട്ട് തമ്മയില്ല ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പല മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് വേണേലും ആ വീഡിയോ ഒന്ന് കയറി നോക്കാവേ. അപ്പം കുറേ പേര് അതിന് മറുപടി കമൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങാനും മണമില്ലാതിരിക്കാനുള്ള ലിക്വിഡ് ഉണ്ടെന്നും കുറേ പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുണ്ണാമ്പ് പൊടി വിതറാനും ഒക്കെ പറഞ്ഞ് കുറേ പേര് ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പാവം ചേട്ടൻ ഒത്തിരി നീണ്ട കമൻ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും വീഡിയോ കുറേ ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ കുറേ വീഡിയോസ് കോഴിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, പലതരത്തിലുള്ള അറിവ്. അതുപോലെ കോഴികൾ പപ്പ് കൊത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചകിരി പ്രയോഗമാണ്. അത് വളരെ നല്ല വീഡിയോ ആയിരുന്നു. ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായെന്ന് പറഞ്ഞിട്ട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയോളൂ. എൻ്റെ കോഴിക്കിപ്പം കുറേയൊക്കെ പപ്പുണ്ട്. ഇപ്പം എൻ്റെ കൂട്ടിൽ ആ പ്രയോഗം നിലവിലത് ഇല്ല. എന്നാലും നോക്കിക്കോളൂ, അഴിച്ചു വെച്ചേക്കോ ഞാനൊന്ന്. അപ്പോൾ നിലവിൽ നോക്കിക്കോളൂ. ഇത്രയും 1.5 വയസ്സായ കോഴിക്ക് ഇത്രയും പപ്പ ഉണ്ടല്ലോ. പിന്നെ അവർക്കൊരു രസമുണ്ട്. ഈ ചുണ്ട് കിരികിരിക്കും. അപ്പോൾ ഒരു രസത്തിന് വെറുതെ ഇങ്ങനെ കൊത്തും. പക്ഷെ തൊലിയൊന്നും കൊത്തിയിട്ടില്ല. എൻ്റെ ചില കോഴികൾക്ക് ഇച്ചിരി പപ്പ് കുറവുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്, ഇവർക്ക് ഈ ചുമ്മാ കൂട്ടി നിൽക്കുമല്ലോ, അഴിച്ചു വിടുന്നേ ഇല്ല. ഇത് 1.5 വയസ്സ് ഈ കോഴി കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ കൂട്ടിലിട്ടതാണ്. ഇപ്പോഴും ആ കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ചുണ്ട് കിരികിരിക്കുമ്പോൾ അവരിടയ്ക്ക് അടുത്ത് നിൽക്കുന്നവനെ ഇന്ന് തോണ്ടി നോക്കുന്നതാണ്. അല്ലാതെ ഇവർ ഉപദ്രവിക്കാനല്ല. ഉപദ്രവിക്കുന്നവർ പപ്പ് കൊത്തുന്നത് ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ ബാച്ച് കോഴി ഇതെല്ലാം ഞാൻ അനുഭവിച്ചവളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊത്തിപ്പാറിച്ച് ചോകരെ ഒലിപ്പിക്കും. പപ്പ് കൊത്തുന്നതിനുള്ള വീഡിയോ ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് നോക്കിക്കോളൂ. അവതരണം നല്ലതാ, ഇട്ടോ എപ്പോഴും പറയണ്ട എല്ലാ സൂപ്പർ. പ്ലീസ് ഗിവ് യുവർ നമ്പർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല. ഞാൻ ചെറിയൊരു യൂട്യൂബറാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അറിവുകൾ കൊടുക്കുന്ന ചെറിയ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. അപ്പം നമ്പർ നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കത്തില്ല. പിന്നെ എൻ്റെ വേറെ ചില വീഡിയോയിൽ നിന്നൊക്കെ നമ്പർ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. നമുക്ക് ഇങ്ങനെ നമ്പർ പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങൾക്കത് മതിയല്ലോ. ഇങ്ങനെ താലോലിച്ച് വളർത്തിയാൽ കൊല്ലാൻ കഴിയുമോ? താലോലിക്കുന്നില്ല അധികം, നമ്മൾ അവരോട് സംസാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ശൈലി ഇതാണ്, എൻ്റെ ഒരു സംസാരത്തിൻ്റെ രീതി ഇതാണ്. കൊല്ലുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഒത്തിരി ഒന്നും കൊല്ലാറില്ല. താലോലിക്കൽ ഒത്തിരിയൊന്നും ഇല്ല, നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അവരോട്. ഞാനും 6 ഇയറായി വളർത്തുന്നു. ചില ബാച്ചിൽ കൊത്തുകൂടി ചത്തുപോകുന്നു. ഈ രീതിയിൽ തന്നെയാണ് വളർത്തുന്നത്. താങ്ക് യു. 6 വർഷമായിട്ട് ഈ രീതിയിൽ വളർത്തുന്നുണ്ട്. ചിലർ ചത്തുപോകുന്നെന്നാണ് പറയുന്നത്. അത് അങ്ങനെയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ. കൊത്തുകൂടി ചത്തുപോകുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് കേട്ടോ. കൊത്തു കൂടാതിരിക്കാൻ വിറ്റാമിനുകൾ, ഇവർക്ക് കാൽസ്യം ഒക്കെ കുറയുമ്പോഴാണ് ഈ കൊത്തു കൂടുന്നതിനെ കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാരണങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. കോഴികൾ കൊത്തു കൂടാതിരിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടോളൂ കേട്ടോ. അല്ലാതെ ഒന്നും അങ്ങനെ നഷ്ടമൊന്നും വരത്തില്ല. സിമ്പിൾ ട്രിക്കാണ് ഞാൻ കൊത്തുകൂടാതിരിക്കാൻ ഇട്ടിരിക്കുന്നത്. തമ്മനയിൽ ഇട്ടിട്ടുണ്ട്. കോഴികൾ ഇനി കൊത്തുകൂടില്ല എന്നുള്ളത് നോക്കിക്കോളൂ. ചെറുതിന് റേറ്റ് ഞാൻ പറഞ്ഞ 180 രൂപയാണ്. ചിലടത്ത് അതായത് ഇതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. 2 മാസമുള്ളതിന് 190 ഉണ്ടെന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലെ കൂടും കോഴിയും ഉണ്ട്. ആദ്യം നല്ല മുട്ടയുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു. 1 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുട്ട കുറയും. നമ്മളന്നേരം കോഴിയെ മാറ്റുക. കോഴിക്ക് 1.5 വയസ്സ് വരെ അന്നേരം വരെ. എനിക്കിത് വളരെ ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ് എഫേർട്ട്. ഡു യു ലീവ് ദ ചിക്കൻ ഇൻ ദ ഓപ്പൺ സ്പേസ് ഓർ ആർ ദേ ഓൾ ടൈം ഇൻസൈഡ് ദ കേജ്? ഓൾ ടൈം ഇൻസൈഡ് ദ കേജ് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് അഴിച്ചു വിടുന്നില്ല. കാരണം ചുറ്റും വീടുകളൊക്കെ ഉണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് ശല്യമാകരുത്. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് സേഫാണ്. എനിക്ക് ജോലിക്ക് പോകാം. ഈ കോഴിക്ക് ഒരു നേരത്തെ തീറ്റ ഇട്ടാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് ടീച്ചിങ് എനിക്ക് ചെറിയ ജോലിയുണ്ട്. അപ്പോൾ പിന്നെ ട്യൂഷൻ സെൻ്ററുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഴികളെ അഴിച്ചുവിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടതെന്ന് ആവശ്യമില്ല. നമുക്കൊരു കൂടാണെങ്കിൽ അവരുടെ പണി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാടെ പോകാം. അത്രേ ഉള്ളൂ. നമ്മുടെ പാടെ പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഞാൻ തെളിവ് കാണിച്ചില്ലേ? ഇത് കോഴികൾക്ക് തീറ്റ ഇട്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ ഇട്ട തീറ്റയാണ്, ഇന്നലെ വൈകിട്ട്. അവർക്ക് ഒരു ആക്രാന്തവും ഇല്ല ഇത് തിന്നാൻ. അവർക്ക് ഒരു പ്രശ്നമില്ല. അവർ ഇടയ്ക്ക് ഓരോന്ന് കൊത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ചേച്ചി കൂട് വെച്ച് തരുന്ന ട്രിവാൻഡ്രം ഉണ്ടോ? ട്രിവാൻഡ്രം ഒന്നും നമുക്കറിയില്ല. ഞാൻ കോട്ടയം ജില്ലയിലാണ്, പാലായുടെ അടുത്താണ് വീട്. അപ്പം കറക്റ്റായിട്ട് പറഞ്ഞാൽ തീക്കോയിയാണ് ഞങ്ങളുടെ സ്ഥലം. നമ്മുടെ ഇല്ലിക്കക്കല്ല് ഇപ്പം ഫേമസ് ആണല്ലോ, ഇല്ലിക്കക്കല്ലിനൊക്കെ അടുത്താണ് കേട്ടോ. അതുപോലെ തന്നെ വാഗമണ്ണൊക്കെ ഞങ്ങളുടെ ഇവിടെ നിന്നാണ് പോകുന്നത്. ഈ കൂടെ എവിടെ കിട്ടും? എന്നതാന്നേ പൊളി. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ കേട്ടാൽ നമുക്ക് കുറേ കമൻറ്റ് പോസിറ്റീവും കുറേ കമൻറ്റ് നെഗറ്റീവും വരും. ഇതിനകത്ത് ആദ്യമൊക്കെ വന്നിരുന്ന കമൻറ്റുകൾ ഞാനെല്ലാം വായിച്ചെത്തുന്നേ ഉള്ളേ. ഈ കോഴിയെ എവിടെ നിന്നാണ് വാങ്ങുന്നത്, എന്ത് വില ഒരു എണ്ണത്തിന്? ഞാൻ ഈ ട്രേ അലുമിനിയം ആണോ? ട്രേ അലുമിനിയം, കറക്റ്റ് അലുമിനിയം അല്ല. ഇതെന്തോ ഒരു മെറ്റീരിയൽ, ഒരു ഫൈബർ പോലുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അലുമിനിയം അല്ല. അലുമിനിയം ആകുമ്പോൾ പെട്ടെന്ന് അത് പൊത്തു പിടിച്ചു പോകും, കേടുവരും. എൻ്റെ കൂടിൻ്റെ അടിയിലുള്ള കമ്പി ദ്രവിച്ചു പോയി. ഇതേത് മെറ്റീരിയലാണ്? ഓക്കെ, അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇതൊരു ഫൈബർ പോലുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ദ്രവിച്ചു പോയതിനെ വേറൊരു ട്രിക്കുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ ഫൈബർ പോലുള്ള, അതായത് നമ്മൾ ഈ സീലിംഗ് അടിക്കാനും ചെറിയ മറയൊക്കെ കൊടുക്കാനൊക്കെയുള്ള ഷീറ്റുകളുണ്ടല്ലോ, ആ സംഭവം മേടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നിലവിൽ ഇപ്പം അത് ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെനും ഒരു സ്ഥലത്ത് പൊത്ത് കുറച്ച് വീണായിരുന്നു. ഏത് മെറ്റീരിയൽ ആണെങ്കിലും കോഴിക്കാഷ്ടം ഭയങ്കര ചൂടുള്ളതും അസിഡിറ്റി ഉള്ളതുമാണ്. അപ്പം പൊത്ത് വീഴും. അപ്പം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതൊരു ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, അതേ അളവിൽ. പുതിയ ഞാൻ പത്തനംതിട്ടയിലെ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ കാണാറുണ്ട്. അതിലിങ്ങനത്തെ ഹൈടെക് കൂടിനെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണക്കാരൻ ഇങ്ങനത്തെ ഒരു കൂടിന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയായിരുന്നോ? എന്താണ്? അപ്പം പത്തനംതിട്ടയിലെ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാനും കാണാറുണ്ട്. അപ്പം ടീച്ചറിൻ്റെ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ് ദീപ്തി ടീച്ചറിൻ്റെ. ഞാനും കാണാറുണ്ട് ദീപ്തി ടീച്ചറിനെ, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ.
ചേച്ചി എനിക്ക് തലയോലപ്പറമ്പിൽ കോഴിക്കൃഷിക്ക് താല്പര്യമുണ്ട്, കൂടും കൃഷിയും കിട്ടുന്ന നമ്പർ തരാമോ? ഞാൻ കൂടും കുഞ്ഞും ഉള്ള കൂടും കൃഷിയല്ല, കൂടും കോഴിയും കിട്ടുന്ന നമ്പർ തരാമോന്ന്. ഞാൻ കോഴിയും കൂടുമുള്ള വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് അവരോടൊന്ന് ചോദിക്കാതെ എനിക്ക് ഡീറ്റെയിൽസ് ഇപ്പം തരത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് കോഴി വേണം, ഓക്കെ തരാം. ഞാൻ തരുന്നില്ല, ഞാൻ പറഞ്ഞു തരാം. കോഴി കറിയോ? നാളെ തൊട്ട് മുട്ട ക്യാൻസൽ. കറി വെക്കുവോന്ന്? എടേ നിങ്ങളെ ട്രോളുന്നു. എന്നാ പിന്നെ മുട്ട തരുന്നില്ല. ഞാനും കോട്ടയം ജില്ലയാണ്, എനിക്കും കോഴിയും കൂടും. അങ്ങനെ കിട്ടുന്ന സ്ഥലം പറയാമോ? കോട്ടയം ജില്ല ഉള്ളവർക്കാണെങ്കിൽ ഈരാറ്റുപേട്ട കളത്തക്കുടവ് ഇതിനിടയ്ക്ക് ഒരു റൂട്ടിൽ ആണ് വലയംപള്ളിയിൽ ഫാം. ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. കോട്ടയം ആണെങ്കിൽ നോക്കിക്കോളൂ. അടിയിലെ ട്രെയിൽ അറക്കപ്പൊടി ഇടുക. എവിടെ നിന്നാണ് കോഴിയെ വാങ്ങിയത് എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞാൽ സ്ഥലം അറിയില്ലായിരിക്കും. ഈരാറ്റുപേട്ട കോട്ടയം ജില്ലയിലാണെങ്കിൽ പാലാ ഈരാറ്റുപേട്ട കളത്തക്കുടവ് തൊടുപുഴ റൂട്ടിലേക്ക് ഒരു ഷോർട്ട് വേ ഉണ്ട്. വലയംപള്ളിയിൽ ഫാം നോക്കിക്കോളൂ, സെർച്ച് ചെയ്തോളൂ. സ്ഥലം എവിടെയാണ്? ഞാൻ തീക്കോയിയാണ് കേട്ടോ. അനുഷീനുമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ തീക്കോയിലാണ്. ഹലോ ചേച്ചി, എവിടെ നിന്നാണ് BB3 ഇതാണ് ഒത്തിരി പേർക്ക് അറിയേണ്ടത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? പ്രൈസ് പറഞ്ഞില്ല. ഓക്കെ, പ്രൈസ് കൂടിന് 14,500 രൂപ അന്നായിട്ടുണ്ട്. 25 കോഴിക്ക്. കോഴി കുഞ്ഞിന് 180 രൂപ ഒരാൾക്കായിട്ടുണ്ട്. BB380. ഓക്കെ. ഈച്ച ഉണ്ടാകുമോ? എല്ലാവരും പറയുന്നത് ശരിയാണോ? ഈ കോഴിക്കോട് ഉണ്ടാവില്ല, ഈച്ച ഉണ്ടാവില്ല. എൻ്റെ കോഴിക്കോട്ട് ഈച്ചയില്ല. കോഴിക്കാഷ്ടം കിടപ്പുണ്ടെങ്കിൽ ഈച്ചയില്ല. അതിൻ്റെ കാരണം ഞാൻ ഫിനോയിൽ ഉപയോഗിച്ചിട്ടാണ് കോഴിക്കോട് കഴുകുന്നത്. അപ്പം മൊത്തത്തിൽ ഫിനോയിൽ മിക്കവാറും ഇതിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തോ നമുക്ക് ആ പ്രശ്നമില്ല കേട്ടോ. പിന്നെ കോഴിക്കോട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഈച്ച വരില്ല. ബിഗ് സല്യൂട്ട് ടു യുവർ പാഷൻ. താങ്ക് യു. ഈ കൂടിന് എത്ര രൂപയാവുന്നു ഒക്കെ പറഞ്ഞു പോയല്ലോ ഒത്തിരി പ്രാവശ്യം. വേറെ എന്തൊക്കെ കൃഷിയുണ്ട് ചേച്ചി? ഓക്കെ, വേറെ കൃഷികൾ പലതരം ഉണ്ട്. അപ്പോൾ ചാനലിൽ ഞാൻ വീഡിയോസ് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് കപ്പ കൃഷിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായ വീഡിയോ കപ്പ കൃഷിയുടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ വാഴക്കൃഷി ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു കേട്ടോ. കപ്പയും വാഴയൊക്കെ ഉണ്ട്. കപ്പയുണ്ട്, പക്ഷെ കപ്പ ഇപ്പോൾ പറിച്ചു പോയി. എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടിരുന്നുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പറമ്പിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കപ്പയുടെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഈ വർഷം. ഇതിൽ പല കൃഷികളുണ്ട്. നമ്മുടെ ഇവിടെ നാട്ടിൻപുറമായതുകൊണ്ട് കപ്പയുണ്ട്, റബ്ബറുണ്ട്, വാഴയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ കപ്പ കൃഷിയുടെ വീഡിയോ ഉണ്ട്, കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. രസകരമായ വീഡിയോ, വളരെ ഉപകാരപ്രദമായ വീഡിയോ. താങ്ക് യു. പക്ഷേ ചില വായിക്കത്തില്ല, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ. വീഡിയോയെ കുറിച്ചാണ് കേട്ടോ. വീഡിയോ സൂപ്പറാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇത്ര മിനിറ്റ് തീർക്കണമെന്നോ ഇതെന്നോ വെച്ചിട്ടല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ അനുഭവമാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത്. കോഴിക്ക് കൊടുക്കേണ്ട വൈറ്റമിൻസിൻ്റെ പേരൊന്ന് പറയുമ്പോൾ, വൈറ്റമിൻസിൻ്റെ പേര് ഞാൻ കൊടുക്കുന്ന വൈറ്റമിൻസ് എന്നും പറഞ്ഞ് തംബ്നെയിലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ കുപ്പി സഹിതം കാണിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. കോഴിക്കൃഷി ഇഷ്ടമായി, താങ്ക് യു. മുട്ടയിട്ട് തുടങ്ങിയത് സെയിൽ ചെയ്യുമോ? ഇല്ല, മുട്ടയിട്ട് ഞാൻ കോഴിയെ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുട്ടയിട്ട്, അത് ചിലരുടെ ഒരു വിചാരമാണ്, മുട്ടയിട്ട് തുടങ്ങിയ കോഴിയെ വാങ്ങുവാണെങ്കിൽ എളുപ്പമായല്ലോ എന്ന് മുട്ട കിട്ടുമല്ലോ എന്ന്. പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ. നമ്മൾ കുഞ്ഞിനെ വാങ്ങിച്ചാലും മുട്ട ഇട്ടതിനെ വാങ്ങിച്ചാലും അത് നമുക്ക് കൊടുക്കുന്ന കെയർ അനുസരിച്ച് കോഴികളുടെ ആരോഗ്യവും മുട്ടകളൊക്കെ വരത്തുള്ളൂ. മുട്ട ഇട്ട് തുടങ്ങുന്ന കോഴിക്ക് ഭയങ്കര വിലയാണ് സുഹൃത്തെ, അത് വേറൊരു കാര്യം. നല്ല വിലയാണ് കേട്ടോ. അപ്പം മുട്ട ഞാനങ്ങനെ വിൽക്കുന്നില്ല കേട്ടോ, കുഞ്ഞുങ്ങളെ തന്നെയാണ് വാങ്ങുന്നത്. ഇതെവിടെയാണ് പ്ലേസ്? ഞാൻ പ്ലേസ് പറഞ്ഞു, കോട്ടയം ജില്ലയിലെ തീക്കോയിയാണ്. വീഡിയോ നന്നായിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. മരുന്ന് എന്തെല്ലാം കൊടുക്കും? മരുന്നായിട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ വിറ്റാമിൻസ് ആണ് കൊടുക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് മൃഗാശുപത്രിയിൽ നിന്നൊന്നും മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പം തൊട്ട് കറക്റ്റ് വിറ്റാമിൻസ് കൊടുത്ത് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പരിചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോഴികൾ അവരുടെ അവസാനം വരെ ഇങ്ങനെ ഉണ്ടാവും.
വാക്സിൻ എടുത്ത കോഴിയാണോ എന്നൊക്കെ ചോദിക്കണം. വാക്സിൻ എടുത്ത കോഴികളെയാണ് മിക്കവാറും തരത്തുള്ളൂ. അല്ലാതെ വാക്സിൻ എടുക്കാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല, നമ്മള് പിന്നെ അതിനെ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ്. കോഴിയെ മേടിച്ച് കൂട്ടിലിട്ടേച്ച് നമ്മൾ വീട്ടിലിരുന്നാൽ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അവരെ നമ്മൾ വന്ന് എല്ലാ ദിവസവും, കുഞ്ഞു കോഴിയെ പ്രത്യേകിച്ച് വന്നിട്ട് എല്ലാ ദിവസവും നമ്മളൊരു 5 മിനിറ്റ് മതി, നമ്മൾ കോഴികളെ എല്ലാം ഒന്ന് നിരീക്ഷിക്കണം. കോഴികളുടെ ആരോഗ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് കോഴികൾ നല്ല ആരോഗ്യത്തോടെ മുമ്പോട്ട് പോകത്തുള്ളൂ കേട്ടോ. കോഴികളെ എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ 25 കോഴിയെ വളർത്തിയിരുന്നു. എല്ലാം പെട്ടെന്ന് ചത്തു. ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പെട്ടെന്ന് ചത്തുപോയി. അതാണ് നമ്മൾ കയറിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം കൂട്ടിലേക്ക് ഇടുന്ന ആ സമയം തൊട്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കണം. അവർക്ക് കൊടുക്കേണ്ട വെള്ളം ആദ്യം കൊണ്ടിരുന്നതേ, ഞാനിപ്പോൾ ഈ കുഞ്ഞു കോഴികളുടെ വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കോഴികളെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ 1 മാസം അവരങ്ങ് വളർന്നു. വീഡിയോ ചെയ്യാൻ ഞാൻ നോക്കിയിരുന്ന കോഴി അങ്ങ് വളർന്നു വേഗം 1 മാസം കൊണ്ട്. നല്ല മിടുക്കരായിട്ട് നിൽപ്പുണ്ട് ഇവിടെ കേട്ടോ. അവരെ ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം, അതിൻ്റെ കാര്യങ്ങളും പറയാം. കുഞ്ഞു കോഴികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അവരുടെ കുഞ്ഞു കോഴി കയറിഞ്ഞെല്ലാം കഴിഞ്ഞ് അവർ വലിയവരാകാൻ തുടങ്ങും. ഇപ്പം വേഗം മരുന്ന് കാണിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അത് കാണിച്ചാൽ വളരെ ഉപകാരമായിരുന്നു എന്ന്. മരുന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, മരുന്നല്ല, വിറ്റാമിൻസ് ആണ്. അത് ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻസ് എന്ന് പറയുന്ന തംബ്നെയിലുള്ള വീഡിയോയിൽ ഞാൻ അതെല്ലാം കുപ്പിയോടെ അതിൻ്റെ ബോട്ടിൽ കാണിച്ചിട്ടുണ്ട്. കാണിച്ചില്ല എന്ന് ആര് പറഞ്ഞു? വീഡിയോ കണ്ടോളൂ. പിന്നെ ഇത് സൂപ്പറാണ്. എനിക്ക് ഇതുപോലെ ഇത്രയും കോഴി ഉണ്ടായിരുന്നു, കുറേ പൈസ എനിക്ക് കിട്ടി. വീഡിയോ സൂപ്പർ കണ്ടോ, കുറേ പൈസ കിട്ടിയെന്ന് എഴുതിയിരിക്കുന്ന ജയ സാവിത്രി വ്ളോഗ്സ് ആണ് ഇട്ടിരിക്കുന്നത്. കുറേ പൈസ കിട്ടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ നുണകളെന്നിപ്പം മനസ്സിലായല്ലോ. കോഴിക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ പേരെന്താ? മരുന്ന് കൊടുക്കുന്നില്ല, വിറ്റാമിൻസ്. ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻസ് വീഡിയോ ഉണ്ട്, അങ്ങനെയാണ് തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. ഹായ് ചേച്ചി, ഫസ്റ്റ് ടൈമാണ് ചേച്ചിയുടെ വീഡിയോ കാണുന്നത്. ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. ഞാനും 5 കോഴിയെ വാങ്ങിച്ചിരുന്നു. എങ്ങനെ കെയർ ചെയ്യണം ഒന്നും അറിയില്ല. വിറ്റാമിൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, മന്ത്ലി എത്ര തവണ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണേ പ്ലീസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പഴയ കമൻറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ വീഡിയോ. ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻസ് ഉണ്ട്, നോക്കിക്കോളൂ. മലപ്പുറത്ത് BV380 കോഴിയെ എന്താണ് വഴി? നിങ്ങളുടെ അവിടെയുള്ള കോഴി ഫാമിൽ ചോദിക്കുക. കോഴി ഫാം എന്ന് പറഞ്ഞാൽ കോഴി ഇറച്ചി വിൽക്കുന്ന ഫാം അല്ല കേട്ടോ, കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഫാമുണ്ടല്ലോ, ആ ഫാമിൽ ചോദിക്കുക. അപ്പോൾ അവരുടെ ഇല്ലെങ്കിൽ അവർ പറയും ഏത് ഫാമിലാണ് ഉള്ളതെന്ന്. മിക്കവാറും എല്ലാ ഫാമിലും ഉണ്ട്. നമുക്ക് കോഴിയുടെ ഇനം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കൂട് എവിടെ നിന്നാണ്? കൂടിനെ കുറിച്ച് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വിറ്റാമിൻസ് എങ്ങനെ നേരിട്ട് വായിലൊഴിച്ച് കൊടുക്കുവാണോ? അളവ് കൂടി പറയണേ. വിറ്റാമിൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാത്തതുകൊണ്ടാണ് കേട്ടോ. വിറ്റാമിൻസ് നമ്മൾ ഒരിക്കലും വായി കൊടുക്കാൻ പാടില്ല, കുടിവെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു. എൻ്റെ സംശയം ഒത്തിരി ഉണ്ട്, ഇടയ്ക്ക് വരാമെന്ന്. ഓക്കെ, ഇടയ്ക്ക് വന്ന് സംശയം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞും തരാം. ഞാനും ബ്ലോക്കിൽ നിന്ന് മേടിച്ചു 12 കോഴിയോളം വളർത്തി. കുറേ വളർന്നു കഴിഞ്ഞപ്പോൾ തമ്മിൽ കൊത്തായി. പിന്നെ ഞാൻ ജോലിക്ക് വിദേശത്ത് പോകേണ്ടി വന്നു. പിന്നെ അറിഞ്ഞത് തമ്മിൽ കൊത്തി ചത്തു എന്ന്. വലിയ അറിവില്ലായിരുന്നു എന്ന്. ഇതാണ് പ്രശ്നം. വലിയ അറിവില്ലാതെ നമ്മൾ ചെയ്ത് കഴിയുമ്പം എനിക്ക് ആദ്യം സംഭവിച്ച പോലെ, ആദ്യത്തെ ബാച്ച് സംഭവിച്ച പോലെ വരും, തീർച്ചയായിട്ടും വരും. അതിനാണ് നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസൊക്കെ ഉള്ളത്, അതൊക്കെ കണ്ടോളൂ. അപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കൂട്ടി തന്നെ ഇടുമ്പോൾ കറക്റ്റ് സപ്ലിമെൻറ്റ്സ് വിറ്റാമിൻ കൊടുക്കണം. അല്ലെങ്കിൽ അതിനെല്ലാം ആരും പെടണ്ട. തീറ്റ കൊടുത്ത് മുടിയും. അസുഖം, മുട്ട കുറവ് വേറെയും. 15,000 പോയി കിട്ടി. പറ്റുമെങ്കിൽ നാടൻ കോഴിയെ വളർത്തുന്നു. പിന്നെ ഒരെണ്ണം വളരെ നല്ല വീഡിയോ. വീട്ടിലെ ആവശ്യത്തിന് ഇതുപോലെ വളർത്തിയാൽ നല്ലതാണ്. വിൽപ്പന ഉദ്ദേശിച്ച് വളർത്തിയാൽ മുട്ട 7 രൂപയ്ക്ക് വിറ്റാലും തീറ്റ ചെലവിനും കോഴി വാങ്ങിയ ചിലവ് കൂടി വാങ്ങിയ ചിലവും എല്ലാം നോക്കിയാൽ ലാഭം ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെയാണ് ലാഭം ഉണ്ടാവാതിരിക്കുന്നത്? ഞാൻ വ്യക്തമായിട്ട് കണക്ക് പറഞ്ഞല്ലോ. നമ്മുടെ ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റയ്ക്ക് 3.5 രൂപ 4 രൂപയുടെ താഴെ ആവുന്നുള്ളൂ. അതുപോലെ നമ്മൾ കടയിൽ കൊടുക്കുമ്പോഴാണ് 7 രൂപയ്ക്ക് മുട്ട കൊടുക്കുന്നത്. വീട്ടിൽ കൊടുത്താൽ നമുക്ക് 8 രൂപയ്ക്ക് മുട്ട കൊടുക്കാം. എൻ്റെ മുട്ട ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുട്ടയല്ല, എൻ്റെ കോഴിയുടെ മുട്ട കണ്ടോ. ഇതൊരു ആവറേജ് മുട്ടയാണ്, ഇതിലും വലിയ മുട്ടയാണ് ഈ കോഴികൾ ഇടുന്നത്. അപ്പം നമ്മുടെ കോഴിക്ക് നല്ല ഡിമാൻഡാണ് മുട്ടയ്ക്ക്. ഇവിടെ നമുക്ക് ഫ്രണ്ട്സൊക്കെ കടലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരിചയക്കാരൊക്കെ ഇത് ഡെയിലി അവർ 25-30 വെച്ച് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമ്പോൾ അവർ പറയും നമ്മൾ കൊടുക്കും. അവർ പറയുന്നത് നല്ല മുഴുത്ത മുട്ടയാണല്ലോ എന്ന്. അപ്പം എങ്ങനെ ഡിമാൻഡ് ഇല്ലാതെ വരും? അപ്പോൾ ഓരോരുത്തരും വളർത്തുന്ന രീതിയുടെ പ്രശ്നമാണ് കേട്ടോ. അപ്പം എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അനുഭവം. പറഞ്ഞത് ശരിയായിരിക്കാം.
പക്ഷെ അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഇതിനെക്കുറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് വളർത്തിയതിൻ്റെ പ്രശ്നമായിരിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനലിലേക്ക് കയറിയിട്ട് കോഴിയായിട്ട് ബന്ധപ്പെട്ട തമ്മനയിൽ കാണുമ്പോൾ അറിയാമല്ലോ കോഴിയുടെ വീഡിയോസ്, അതൊന്ന് കണ്ടു നോക്കിയോളൂ. അതുപോലെ നിങ്ങൾ ചെയ്തോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമില്ലാതെ കൊണ്ടുപോകും. വളരെ ശരി. സ്വന്തം ആവശ്യത്തിനാണ് നഷ്ടമില്ല, വിൽപ്പനയ്ക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. അതെങ്ങനെയാ? സ്വന്തം ആവശ്യത്തിന് നമ്മൾ 10 എണ്ണത്തിനെ വളർത്തുന്നു, വിൽപ്പനയ്ക്കാണെങ്കിൽ നമ്മൾ 500 എണ്ണത്തിനെ വളർത്തുന്നു. സെയിം രീതിയിലാണ്. അപ്പം നഷ്ടമൊന്നും അല്ല, ലാഭം തന്നെയാണ്. കൂടുതൽ വളർത്തുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടുമല്ലോ. ഈ ലാഭം കിട്ടുന്ന അപ്പോൾ 10 എണ്ണത്തിനെ വളർത്തുമ്പം നമുക്ക് ഒരു മാസത്തിൽ, ചുമ്മാ ഞാൻ പറഞ്ഞു, ഒരു മാസം നമ്മൾ 500 രൂപ കിട്ടുന്നുള്ളെന്ന് വെച്ചു, വെറുതെ കണക്കൊന്നും അല്ല. 10 എണ്ണത്തിനെ വളർത്തുമ്പോൾ 500 രൂപയെ നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ നമ്മൾ 1000 എണ്ണത്തിനെ അല്ലെ 500 എണ്ണത്തിനെ വളർത്തുമ്പോൾ 500ൻ്റെ എത്ര ഇരട്ടി നമുക്ക് ഒരു മാസം കിട്ടുന്നത്? അപ്പോൾ അത് ലാഭം തന്നെയല്ലേ? അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ഒത്തിരി കമൻറ്റുകളും ഉണ്ട്, ഒന്നിനും കൊള്ളുകല്ലെന്ന് പറയുന്ന കമൻറ്റുകളും ഉണ്ട്. രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. കാരണം എല്ലാവരും ഓരോ അഭിപ്രായക്കാരാണല്ലോ, ഓരോരുത്തർക്കുള്ള അനുഭവം കൊണ്ടാണല്ലോ പറയുന്നത് അല്ലേ. ഞാൻ എൻ്റെ ആദ്യത്തെ ബാച്ച് കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ ഞാനും ഇത് പറഞ്ഞേനെ. അപ്പം കമൻറ്റുകൾ ഒത്തിരി ഇനിയുണ്ട്. ഏറ്റവും ആദ്യം വന്ന കമൻറ്റുകളൊന്നും ഇപ്പം എടുക്കാൻ പറ്റുന്നില്ല. അത് ഒത്തിരി കമൻറ്റുകളുണ്ടായിരുന്നു. നെഗറ്റീവ് കമൻറ്റുകൾ പ്രത്യേകിച്ച് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നെഗറ്റീവ് കമൻറ്റുകൾ കൂട്ടാപ്പോ, നെഗറ്റീവ് കമൻറ്റുകൾ വന്നതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ കമൻറ്റ് പറയുന്നത്. പക്ഷേ ഇത് നഷ്ടമാണെന്ന് സമ്മതിക്കാൻ ഞാൻ റെഡിയല്ല. കാരണം എൻ്റെ അനുഭവത്തിൽ അത് നഷ്ടമല്ല, ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമാണ്. ഇത് ലാഭമാണ്, നഷ്ടം വരില്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോസിൽ കൂടെ എല്ലാം ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ കുറേ റിപ്ലൈ തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത കോഴികളെ അതേ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, അവർ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വീഡിയോ അത് ഏതിനമാണ്, അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളാണല്ലോ. അപ്പം അതൊക്കെയാണ് അടുത്ത വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോളൂ. ഞാൻ കമൻറ്റിന് മറുപടി തന്നെ തരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പൊതുവായിട്ടൊരു വീഡിയോ ഇപ്പം ഞാനൊന്ന് ചെയ്തു എന്നേ ഉള്ളൂ. കമൻറ്റിന് ഓരോന്നിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഓരോരുത്തർക്കും വേണ്ട രീതിയിലുള്ള മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, എന്നെ കൂട്ടാപ്പൂ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലെ കുഞ്ഞു കോഴികളായിട്ട് കാണാം കേട്ടോ. അതല്ലെങ്കിൽ അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം പ്രതീക്ഷിച്ചൊന്നും അല്ല ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. വരുമാനം കിട്ടാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ വരുമാന മാർഗം ഞാൻ നോക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ നേരത്തെ കൃഷിയുടെ വീഡിയോ ഇട്ടപ്പോഴും ഇങ്ങനെ എന്നെ വളരെ അടിച്ചു താത്തിയ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓ, നിങ്ങളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുമല്ലോ. അങ്ങനെയാണ് എന്തെല്ലാം വീഡിയോസ് ഇറങ്ങുന്നത്. നിങ്ങളാരും ഇത് കാണാറില്ല ഒന്നും. എല്ലാവരും വീഡിയോസ് കാണാറുണ്ട്, ടൈം പാസിനായിട്ട് കാണാറുണ്ട്, അതുപോലെ തന്നെ അറിവ് കിട്ടാനായിട്ടും കാണാറുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.